ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേജേഴ്സ് ക്രിയേഷൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മുറിയിലേക്ക് ചെന്ന ശേഷം ധനുഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് അവന്തിക. ധനുഷും സ്നേഹയും കൂടി ഒരുമിച്ചിരിക്കുകയായിരുന്നു. അവന്തികയുടെ കോൾ വന്നതും ധനുഷ് സ്നേഹയോട് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു. തനിക്ക് ഡിസ്റ്റർബ് ആകണ്ട, ഞാൻ പുറത്തു നിന്ന് സംസാരിച്ചിട്ട് വരാമെന്ന് പറയുമ്പോൾ സ്നേഹ പറയുന്നു, എനിക്കെന്ത് ഡിസ്റ്റർബൻസ്. ഒടുവിൽ ധനുഷ് ഫോൺ കട്ട് ചെയ്യുന്നു. അവന്തിക വീണ്ടും വിളിക്കുന്നുണ്ട്. താൻ ഇരിക്കെ, ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞ് ധനുഷ് പുറത്തേക്ക് പോകുന്നു. നീ എന്താ എന്റെ കോൾ കട്ട് ചെയ്തത് എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ധനുഷ് പറയുന്നു, എടുത്തല്ലോ എന്ന്. ഇതിനു മുമ്പ് ഒരു തവണ വിളിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്ന് അവന്തിക പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട്, അവൾ എന്റെ അടുത്തുണ്ടായിരുന്നു എന്ന്. അവൾ നിന്റെ അടുത്തുണ്ടെങ്കിലും എന്റെ കോൾ നീ എടുത്തിരിക്കണം. അതെങ്ങനെയാ? നീ മധുവിധു ആഘോഷിക്കുന്ന തിരക്കിലല്ലേ എന്ന് അവന്തിക. നീ ഇപ്പോ എന്തിനാ വിളിച്ചത്? കുറ്റപ്പെടുത്താനോ? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയ എന്ന് ധനുഷ് പറയുമ്പോൾ അവന്തിക പറയുന്നു, പറയാനുണ്ട്, പക്ഷെ ഫോണിലല്ല, നേരിട്ടാണ്. ഇന്ന് രാത്രി നമുക്ക് കാണണമെന്നും അവന്തിക പറയുന്നു. ഇന്ന് പറ്റില്ല എന്ന് ധനുഷ് പറയുമ്പോൾ അവന്തിക പറയുന്നു, പറ്റണം. രാത്രി നീ എന്റെ അടുത്ത് വരികയും നമ്മൾ തമ്മിൽ കാണുകയും ചെയ്യും. ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. പഴയതുപോലെയല്ല, ഇപ്പോൾ എന്റെ ഒപ്പം എന്റെ ഭാര്യയുണ്ടെന്ന് ധനുഷ് പറയുന്നു. ഛേ, അവന്റെ ഒരു ഭാര്യ? അപ്പോൾ ഞാൻ നിന്റെ ആരാ? ദേ, എന്നോട് വേഷം കെട്ട് ഇറക്കിയാലുണ്ടല്ലോ എന്ന് അവന്തിക പറയുന്നു. നിനക്ക് നന്നായിട്ടറിയാം ഞാൻ എന്ത് കഷ്ടപ്പെട്ടാണ് ഇവിടെ കയറിക്കൂടിയതെന്ന്. നീ പറയുമ്പോഴൊക്കെ വന്ന് ആരെങ്കിലും കണ്ടാൽ പിന്നെ അതോടെ തീരും. ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല, സ്നേഹയുടെ ജീവിതത്തിൽ നിന്ന് കൂടി ഞാൻ പുറത്താകും. അതുകൊണ്ട് ഇന്ന് വരാൻ പറ്റില്ലെന്ന് ധനുഷ്. ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തിയിട്ടേ അടങ്ങൂ എന്ന് നിനക്കറിയാമല്ലോ. നിന്നോട് എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് നീ കേൾക്കുകയും വേണം. നിന്റെ അഭിപ്രായം നീ പറയുകയും ചെയ്യണമെന്ന് അവന്തിക. എടുത്തു ചാടുന്ന സ്വഭാവമാണ് നിന്റെ, അതുകൊണ്ട് ആപത്തേ ഉണ്ടായിട്ടുള്ളൂ. നീ ആവശ്യപ്പെടുന്നത് നമ്മൾ രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ട കാര്യമാണ്. നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ തങ്ങുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക. നമുക്ക് നാളെയോ മറ്റന്നാളോ പുറത്ത് എവിടെയെങ്കിലും വെച്ച് കാണാം. നീ പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് ഞാൻ വന്നിരിക്കും, ഉറപ്പ് എന്ന് ധനുഷ് പറയുമ്പോൾ അവന്തിക വാശി പിടിക്കുകയാണ്. ഞാൻ പറയാനുള്ള കാര്യം നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് രാത്രി ധനുഷ് എന്റെ ഒപ്പം ഉണ്ടാകണം. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. നിന്റെ പുത്തനച്ചിയുടെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ പറയാനുള്ളതൊക്കെ പറയും. അപ്പോൾ നീ നേരത്തെ പറഞ്ഞതൊക്കെ സംഭവിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകണ്ടെങ്കിൽ നീ മര്യാദയ്ക്ക് വന്നോണം എന്ന് പറഞ്ഞ് അവന്തിക ഫോൺ വെക്കുന്നു. വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ധനുഷ്. ഈ സമയം ധനുഷിന്റെ അരികിലേക്ക് സ്നേഹ വന്നിട്ട് ചോദിക്കുന്നു, ആരെയാ പുറത്തു പോയി കാണണമെന്ന് പറഞ്ഞത്? ഞാൻ ഒറ്റയ്ക്കാകുമെന്ന് കരുതി ധനുഷ് പോകാതിരിക്കേണ്ട. ആരെയാണെന്ന് വെച്ചാൽ പോയി കണ്ടിട്ട് വരൂ എന്ന് പറയുന്നു. നീ വാ എന്ന് പറഞ്ഞ് സ്നേഹയും കൂട്ടി ധനുഷ് അകത്തേക്ക് പോകുന്നു. ശേഷം കാണിക്കുന്നത് അർച്ചന ടേബിളൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം അവിടെ പുറത്തൊരാൾ വന്നിരിക്കുന്നത് വീണ്ടും നിത്യ തന്നെയാണ്. നിങ്ങൾ ഇതുവരെ പോയില്ലേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ നിത്യ പറയുന്നു, ഞാനൊരു ആവശ്യവുമായി വന്നതാണ് അവന്തിക മേഡത്തെ കാണാൻ. ഇതല്ലേ നിങ്ങൾ നേരത്തെയും പറഞ്ഞത്? എന്താ മേഡത്തെ കണ്ടില്ലേ? ഇനി പൊയ്ക്കൂടെ എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട്. പോകാം, പക്ഷേ അതിനു മുമ്പ് അർച്ചന മേഡത്തോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് നിത്യ പറയുന്നു. എന്നോടോ? എന്നോട് എന്ത് കാര്യം പറയാനാ എന്ന് അർച്ചന. അതൊക്കെ ഞാൻ പറയാം, ഒരു മിനിറ്റ് ഒന്ന് പുറത്തേക്ക് വരാൻ പറ്റുമോ എന്ന് നിത്യ ചോദിക്കുന്നു. ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി എന്താ കാര്യമെന്ന് അർച്ചന പറയുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, മറ്റാരെങ്കിലും കേട്ടാൽ ശരിയാകില്ല, അതാണ്. പ്ലീസ് അർച്ചന മാഡം, ഒന്ന് പുറത്തേക്ക് വരുമോ? ഒരു 2 മിനിറ്റ്, അതിൽ കൂടുതൽ എടുക്കില്ല എന്ന് പറയുന്നു നിത്യ. അങ്ങനെ അർച്ചനയും നിത്യയും അല്പം മാറി നിന്ന് സംസാരിക്കുന്നു. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ നിത്യ പറയുന്നു, അത് മറ്റൊന്നുമല്ല, ഇവിടുത്തെ കുഞ്ഞുങ്ങളെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങളെ സംബന്ധിക്കുന്ന കാര്യമോ? അങ്ങനെ എന്ത് കാര്യമെന്ന് അർച്ചന ചോദിക്കുമ്പോൾ അവിടേക്ക് അവന്തിക എത്തുന്നു. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ, കുഞ്ഞുങ്ങളുടെ എന്ത് കാര്യമാണ് പറയാനുള്ളതെന്ന് അർച്ചന ചോദിക്കുമ്പോൾ അത് ഇവിടുത്തെ കുഞ്ഞ് എന്നിങ്ങനെ നിത്യ പറയുന്നു. ആ സമയം നിത്യ എന്ന് വിളിക്കുകയാണ് അവന്തിക. എന്നിട്ട് പറയുന്നു, ആഹാ, നീ ഇവിടെ വന്ന് നിൽക്കുവാണോ? ഞാൻ കരുതി നീ പോയി കാണുമെന്ന്. നിങ്ങൾ പറയാൻ വന്ന കാര്യം പറ. ഇവിടുത്തെ കുഞ്ഞ് എങ്ങനെ? അർച്ചന ചോദിക്കുന്നു. എന്താ നിത്യേ, നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യം പറയുമായിരുന്നോ? നീ നീ ഇവിടെ വന്നേ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാമെന്ന് അവന്തിക. നിക്ക്, എന്നോട് പറയാനുള്ള കാര്യം ആദ്യം പറ, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്ന് അർച്ചന പറയുന്നു. അവന്തിക വീണ്ടും പറയുന്നു. അവൾ തിരിച്ചു വന്നിട്ട് പറയും അർച്ചനെ, വേറെ ഒരു അത്യാവശ്യ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. നിത്യയുടെ സഹോദരയുടെ മകന്റെ കണ്ണ് ഓപ്പറേഷന്റെ കാര്യം. വന്നേ പറയട്ടെ, വന്നേ എന്ന് പറഞ്ഞ് നിത്യയും കൂട്ടി പോവുകയാണ് അവന്തിക. സംശയത്തോടെ അർച്ചനയും നിൽക്കുന്നുണ്ട്. അവന്തികയുടെ മുറിയിലേക്ക് കയറി വാതിലടച്ചിരിക്കുകയാണ് അവന്തിക. നിത്യയും കൂടെയുണ്ട്. എന്താ നിന്റെ ഉദ്ദേശം എന്ന് അവന്തിക ചോദിക്കുമ്പോൾ നിത്യ പറയുന്നു, എനിക്ക് മറ്റൊരു ഉദ്ദേശവുമില്ല. ഈ കുടുംബത്തോട് ഞാനൊരു തെറ്റ് ചെയ്തു, അതെനിക്ക് ഇവിടെ എല്ലാവരോടും പറയണം. അവന്തിക പറയുന്നു, നീ ഇവിടേക്ക് വന്നത് ഇങ്ങനെ ഒരു
ബോധത്തോടെ അല്ലല്ലോ, കാശും ചോദിച്ചല്ലേ, പിന്നെ എന്താണ് പശ്ചാത്താപത്തിന്റെ ഭസ്മം നിന്റെ നാവിൽ നിന്ന് വരുന്നത് എന്ന് അവന്തിക ചോദിക്കുന്നു. കൂടെ നിന്ന് സഹായിക്കുമെന്ന് കരുതിയവർ തള്ളി പറഞ്ഞപ്പോൾ എത്ര വലിയ സഹായമാണ് ഞാൻ മാഡത്തിന് വേണ്ടി ചെയ്തു തന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് മാഡത്തിന് സഹായമായിരുന്നെങ്കിൽ ഞാൻ അപ്പോൾ കൂടെ നിന്ന് ചെയ്തത് ഒരു അപരാധമല്ലേ? ഒരു ആവശ്യത്തിന് ഞാനൊരു 50,000 രൂപ ചോദിച്ചതാണോ തെറ്റ് എന്ന് നിത്യ ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നു, നീ 50,000 രൂപ ചോദിച്ചതിൽ തെറ്റില്ല. എനിക്കറിയാം സഹോദരിയുടെ മോന്റെ ഈ അവസ്ഥയാണ് നിന്നെ ഇതൊക്കെ ആലോചിക്കാൻ പ്രേരിപ്പിച്ചതെന്ന്. ആ അവസ്ഥയോർത്ത് നീ ഇതൊന്നും ആരോടും പറയാൻ നിൽക്കണ്ട. അങ്ങനെ പറഞ്ഞ് 50,000 രൂപയുടെ ഒരു ചെക്ക് എഴുതി കൊടുക്കുകയാണ് അവന്തിക. പുറത്തു നിന്ന് ഇതെല്ലാം അർച്ചന കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കാര്യം മാത്രം എന്താണെന്ന് അറിയാൻ സാധിക്കുന്നില്ല. ഇത് ക്യാഷ് ചെക്കാണ്. നീ ചോദിച്ചതിലും കൂടുതലുണ്ട്. നീ ആവശ്യപ്പെട്ടതിലും കൂടുതൽ പണം ഞാൻ നിനക്ക് തന്നു കഴിഞ്ഞു. ഇനി നിന്റെ വായിൽ നിന്ന് ഒന്നും വീണു പോകരുത്. പിന്നെ ഇതൊരു ശീലമാക്കുകയും ചെയ്യരുത്. ഇനി ഇങ്ങനെ ഒരു ശീലം വെച്ചു പുലർത്താനാണ് നീ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഞാൻ തന്നിരിക്കുന്നതിന്റെ പകുതി കൊടുത്താൽ നല്ല ഗുണ്ടകളെ കിട്ടും. തീർക്കാൻ പറഞ്ഞാൽ തീർത്തിട്ട് വരുന്ന ഗുണ്ടകള്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഒരു പരിപാടിക്ക് നിൽക്കരുത്. നീ ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അർച്ചന നിന്നെ കാത്തവിടെ നിൽക്കുന്നുണ്ടാകും. നീ നേരത്തെ പറഞ്ഞ കുഞ്ഞുങ്ങളുടെ കാര്യത്തിന്റെ ബാക്കി കേൾക്കാൻ. നീ അവളോട് എന്ത് പറയും എന്ന് അവന്തിക ചോദിക്കുമ്പോൾ നിത്യ പറയുന്നു, ഞാനൊന്നും പറയില്ല. അങ്ങനെ പറയില്ല എന്ന് പറയരുത്, നീ പറയണം. കുഞ്ഞുങ്ങളുടെ കാര്യം തന്നെ പറയണം. പക്ഷേ നീ പറയാൻ ഉദ്ദേശിച്ച കാര്യമല്ല ഞാൻ ഇനി നിനക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ അർച്ചനയോട് പറയണം. ഇതെല്ലാം അർച്ചന പുറത്തു നിന്ന് കേൾക്കുന്നുണ്ട്. മനസ്സിലായോ എന്നും അവന്തിക ചോദിക്കുന്നു. അങ്ങനെ അവന്തിക കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മുറിയുടെ അടുത്ത് നിന്നും അല്പം മാറി നിൽക്കുകയാണ് അർച്ചന. പൈസയുമായി അങ്ങോട്ട് ഇറങ്ങി വരുമായിരുന്നു നിത്യ. അവിടെ അർച്ചന നിൽക്കുന്നത് കാണുന്നു. നിത്യ പോയപ്പോൾ പുറകെ അർച്ചനയും ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിത്യ നിൽക്ക്, നേരത്തെ പറയാൻ വന്ന കാര്യം മുഴുവൻ പറഞ്ഞില്ലല്ലോ. കുഞ്ഞുങ്ങളുടെ കാര്യം എന്തായിരുന്നു അത് എന്ന് അർച്ചന ചോദിക്കുന്നു. ഞാൻ എന്തോ പറയാൻ വന്നായിരുന്നു, പക്ഷെ അത് ഓർമ്മ കിട്ടുന്നില്ല എന്ന് നിത്യ പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നു, ആ മുറിയിൽ കയറിയിട്ട് ഇറങ്ങിയപ്പോഴാണോ നിത്യയെ മറന്നത്? എനിക്കറിയാം നീ അത് മറന്നതല്ലെന്ന്. എന്താണെന്ന് പറയൂ. മറന്നുപോയെന്ന് വെറുതെ കള്ളം പറയരുതെന്ന് അർച്ചന. അത് വേറെയൊന്നുമല്ല, ഇവിടുത്തെ കുഞ്ഞിന് ഹൃദയ സംബന്ധമായ അസുഖം ഉണ്ടല്ലോ, അത് പറയാൻ വരികയായിരുന്നു. ആ കുഞ്ഞിനെ നന്നായി കെയർ ചെയ്യണം, ദൂരയാത്രയ്ക്കൊന്നും കൊണ്ടുപോകരുത്, അതാണ് പറയാൻ വന്നത്. അല്ലാതെ ഞാൻ മറ്റെന്ത് പറയാനാണ് എന്ന് നിത്യ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു, കള്ളമാ നിത്യ പറയുന്നത്. ഞാൻ എത്ര നിർബന്ധിച്ചാലും നീ അത് പറയില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇനി അത് ചോദിക്കുന്നില്ല. പക്ഷെ മറ്റൊരു കാര്യം എനിക്കറിയണം, നീയും അവന്തികയും തമ്മിൽ എന്താണ് ബന്ധം? നിന്നെ എന്തിനാ അവർ വിളിച്ചകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത്? നിങ്ങൾ തമ്മിൽ ഇതിന് മാത്രം എന്ത് ബന്ധമാണുള്ളത്? ഇത് കേട്ട് നിത്യ പറയുന്നു, അതിന് പറയത്തക്ക ബന്ധമൊന്നുമില്ല. എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഇപ്പോൾ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ മാഡത്തെ കാണാൻ വന്നതാണ്, അല്ലാതെ എന്നൊക്കെ പറയുമ്പോൾ അവന്തിക അവിടേക്ക് വന്നു. അവന്തിക അവിടേക്ക് വരുന്നു. അനീത്തിയുടെ മകൻ ഒരു ഓപ്പറേഷൻ, അതിന് കുറച്ച് ക്യാഷ് ആവശ്യമായിരുന്നു. ആരോട് ചോദിക്കുമെന്ന് കരുതിയിരുന്നപ്പോഴാണ് മാഡത്തെ ഓർമ്മ വന്നത്. ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ മാഡം പൈസ തരികയും ചെയ്തു. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. നിൽക്കാൻ സമയമില്ല മാഡം. മാഡം തന്ന പൈസ ഞാൻ ആശുപത്രിയിലേക്ക് കൊണ്ടു കൊടുക്കട്ടെ. ശരി എന്നാൽ എന്ന് പറഞ്ഞ് നിത്യ പോകുന്നു. വീണ്ടും സംശയത്തോടെ അർച്ചന നിൽക്കുന്നു. തൊട്ടു മുന്നിൽ അവന്തികയും നിൽക്കുന്നുണ്ട്. അവന്തിക പോകാൻ തുടങ്ങുമ്പോൾ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞ് അർച്ചന അവന്തികയുടെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആ നേഴ്സും നിങ്ങളും തമ്മിൽ എന്താണ് ബന്ധമെന്ന്? അവരെന്താ നിങ്ങളെ കാണാൻ വന്നത് എന്ന് ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നു, ഇതിനുള്ള മറുപടി ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞു കഴിഞ്ഞതാ. എന്നെ കാണാൻ വരുന്നവരെ ചോദ്യം ചെയ്യലല്ല നിന്റെ പണി. നീ നിന്റെ കാര്യം നോക്കി മര്യാദക്ക് എവിടെയെങ്കിലും ഇരിക്ക്. പിന്നെ ഒരു സമാധാനത്തിന് വേണ്ടിയാണെങ്കിൽ ഞാൻ പറയാം. നിത്യ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. അവൾക്കൊരു ആവശ്യം വന്നപ്പോൾ അവൾ എന്നെ കാണാൻ വന്നു. അവളുടെ ആവശ്യം എന്താണെങ്കിലും അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അവളുടെ അനിയത്തിയുടെ കൊച്ചിന് എന്തോ വലിയൊരു അസുഖമാണെന്നാ പറയുന്നത്. അതിന് കണ്ണിന്റെ ഓപ്പറേഷന് കുറച്ച് പൈസ വേണം. അതിന് എന്നോട് വന്ന് ചോദിക്കുകയും ഞാനത് കൊടുക്കുകയും ചെയ്തു. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇതൊന്നും നിന്നോട് പറയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. പിന്നെ ആ ഒരു സംശയം മനസ്സിലിട്ട് നീ വേറെ ഒരു കാര്യം ഉണ്ടാക്കാതിരിക്കാൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ പൈസ കൊടുക്കാനും മാത്രം നിങ്ങൾ തമ്മിൽ എന്താ ബന്ധമെന്ന് അർച്ചന ചോദിക്കുന്നു. മനുഷ്യത്വപരമായ ബന്ധം എന്ന് പറഞ്ഞാൽ ചെറിയൊരു പരിചയം മാത്രമുള്ള എന്നോട് അവൾ ഒരാവശ്യം വന്ന് പറഞ്ഞപ്പോൾ മനുഷ്യത്വം തോന്നി, ഞാൻ അവൾക്ക് പൈസ കൊടുത്തു. ഇതാണ് ബന്ധം. അല്ല, നീ എന്താ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണോ? അല്ലെങ്കിലും നിനക്കൊരു പോലീസ് കളി ഉള്ളതാ. നീ എന്നോടൊരു കാര്യം ചോദിച്ചു, ഞാൻ അതിനുള്ള വ്യക്തമായ ഉത്തരം ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഇനിയും നിനക്ക് സംശയം മാറിയിട്ടില്ലെങ്കിൽ അതെ എന്റെ കുഴപ്പമല്ല, നിന്റെ കുഴപ്പമാണ്. ആ കുഴപ്പം എനിക്ക് തീർത്തു തരാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ നിന്ന് സമയം കളയുന്നില്ല എന്ന് പറഞ്ഞ് അവന്തിക പോകാൻ തുടങ്ങുമ്പോൾ അർച്ചന പറയുന്നു, അങ്ങനെ രക്ഷപ്പെട്ടു പോകാമെന്ന് കരുതണ്ട. അനിയത്തിയുടെ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞത് ശരിയായിരിക്കും. മനുഷ്യത്വം എന്ന് പറഞ്ഞതേ അത് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. മനുഷ്യത്വം എന്നല്ല, ഭീഷണി എന്നാണ് പറയേണ്ടത്.
നിങ്ങളെ അവൾ എന്തോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് നിങ്ങൾ അവൾക്ക് പൈസ കൊടുത്തത്. ഞാനിപ്പോൾ പറഞ്ഞതാണ് ശരിയെന്ന് നിങ്ങളിപ്പോൾ പറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ മുഖം അത് പറയുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള എന്തോ ഒരു രഹസ്യം നിത്യയുടെ നാവിൻ തുമ്പിലുണ്ട്. അത് മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അവൾക്ക് പൈസ കൊടുത്തത് എന്നെനിക്കറിയാം. അത് ചെറുതൊന്നുമല്ല, വലിയ രഹസ്യം തന്നെയാണെന്നും അറിയാം. അല്ലെങ്കിൽ ഇത്ര ധൈര്യമായിട്ട് അവൾ ഇവിടെ വന്ന് നിങ്ങളോട് പൈസ ആവശ്യപ്പെടില്ലായിരുന്നു. അത് മാത്രമല്ല, എന്റെ കുഞ്ഞുങ്ങളുടെ എന്തോ ഒരു കാര്യം അവൾക്കറിയാം. അത് അവൾ പറയാൻ വന്നതും നിങ്ങൾ അവളെ തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയി. ഇപ്പോൾ തൽക്കാലം രക്ഷപ്പെട്ടു എന്നും അങ്ങനെ ആവണമെന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ എന്നെങ്കിലും അവളുടെ നാവിൽ നിന്ന് തന്നെ ഞാനത് അറിയും. അന്നാണ് ഈ കാണിക്കുന്ന പുച്ഛഭാവമൊക്കെ മാറാൻ പോകുന്നത് എന്ന് അർച്ചന പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് അവന്തിക പറയുന്നുണ്ട്, നിനക്ക് എന്തോ സംശയം തോന്നിയതിൽ തെറ്റു പറയാൻ സാധിക്കില്ല. അത് നിന്റെ കൂടപ്പിറപ്പാണ് എന്ന് കരുതി ആ സംശയം എന്റെ തലയിൽ കയറ്റിവെച്ച് സ്ഥിരീകരിക്കാൻ നീ ശ്രമിക്കേണ്ട. പുച്ഛം തന്നെയാണ് അവന്തികയ്ക്ക് അർച്ചനയോട്. നിന്റെ മണ്ടത്തരങ്ങൾ ഓർത്ത്, നിന്റെ ജീവിതത്തെ കുറിച്ച് ഓർത്ത്. ആ ഭാവം ഞാൻ മാറ്റാനും ഉദ്ദേശിക്കുന്നില്ല. സംസാരത്തിലല്ലാതെ നിനക്കൊരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. അല്ലെങ്കിൽ നീ സംശയങ്ങൾ സത്യമാണെന്ന് തെളിയിക്ക്. അന്ന് അർച്ചനയുടെ കാൽക്കീഴിൽ ഒതുങ്ങി ജീവിക്കും ഈ അവന്തിക, നീ പറയുന്നതനുസരിച്ച്. ഇത്രയും പറഞ്ഞ് അവന്തിക അകത്തേക്ക് പോകുമ്പോൾ സംശയത്തോടെ തന്നെ നിൽക്കുകയാണ് അർച്ചന. ശേഷം കാണിക്കുന്നത് അവന്തിക മറ്റൊരു കാര്യം പ്ലാൻ ചെയ്തിരുന്നു. ഇപ്പോൾ അവന്തികയുടെ ആൾക്കാർ നെല്ലിശ്ശേരിയുടെ വീട്ടുമുറ്റത്ത് ഒരു വണ്ടിയിൽ വന്നിരിക്കുകയാണ്. ഞാൻ മൂർത്തി പറഞ്ഞിട്ട് വിളിക്കുകയാണ്, കുഞ്ഞുങ്ങളെ മാറ്റുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നോ എന്നൊക്കെ അവന്തികയോട് അയാൾ സംസാരിക്കുന്നുണ്ട്. ഏത് രീതിയിൽ എങ്ങനെയെന്ന് വ്യക്തമായി പ്ലാൻ ചെയ്തിട്ട് മാത്രമേ ചെയ്യാവൂ എന്ന് അവന്തിക പറയുന്നുണ്ട്. മാഡം, ഞാൻ നിങ്ങളുടെ വീടിന് മുന്നിലുണ്ട്. ഇന്ന് തന്നെ കുഞ്ഞിനെ മാറ്റിത്തരാം. എല്ലാം മൂർത്തി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാം. ഞാനൊരു ഡെലിവറി ബോയ് ആയിട്ടായിരിക്കും വരുന്നത്. കുഞ്ഞിനെ മാഡം എനിക്ക് കാണിച്ചു തന്നാൽ മാത്രം മതിയെന്ന് അയാൾ പറയുന്നു. അപ്പോൾ അവന്തിക പറയുന്നു, ഇവിടെ ഒരേ പ്രായക്കാരായ 2 കുട്ടികളുണ്ട്. ഒരു കാരണവശാലും കുഞ്ഞ് മാറിപ്പോകരുത്. കുഞ്ഞിനെ ഞാൻ കാണിച്ചു തരാം. CCTV ക്യാമറ ഞാൻ ഓഫ് ചെയ്തേക്കാമെന്നും അവന്തിക പറയുന്നു. അങ്ങനെ ഇപ്പോൾ അയാൾ ഡെലിവറി ബോയ് ആയിട്ട് അവിടേക്ക് വന്നിരിക്കുകയാണ്. വന്ന് കോളിംഗ് ബെൽ അടിക്കുന്നു. ആരെങ്കിലും വരുന്നുണ്ടോ എന്നറിയാൻ അവന്തിക അവിടെ നിന്നും വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അർച്ചന തന്നെയാണ് അവിടേക്ക് വന്നത്. അർച്ചന വന്ന് ഡോർ തുറക്കുന്നു. മാഡം, ഈ ആതിര എന്ന് അയാൾ ചോദിക്കുമ്പോൾ ഇവിടെയുണ്ട്. എന്താണെന്ന് അർച്ചന ചോദിക്കുന്നു. ആതിര മാഡത്തിന് ഒരു പാഴ്സൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഞാൻ വിളിക്കാമെന്ന് പറയുമ്പോൾ വേണ്ട, മാഡം തന്നെ ഒപ്പിട്ട് വാങ്ങിച്ചാൽ മതിയെന്ന് അയാൾ പറയുന്നു. അങ്ങനെ അർച്ചന തന്നെ അത് ഒപ്പിട്ട് വാങ്ങുന്നു. മാഡം, കുറച്ച് ഐസ് വാട്ടർ തരുമോ കുടിക്കാൻ എന്ന് അയാൾ ചോദിക്കുന്നു. ആ സാധനം വാങ്ങിച്ച് അകത്തേക്ക് കൊണ്ടുവച്ചിരിക്കുകയാണ് അർച്ചന. അർച്ചന എന്നിട്ട് വെള്ളം എടുക്കാൻ പോയ സമയത്ത് അയാൾ ഇങ്ങനെ അകത്തേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് അകത്തേക്ക് കയറി വരികയും ചെയ്യുന്നു. അവന്തിക ഇതെല്ലാം കാണുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, മുകളിൽ ഇടതുവശത്തുള്ള ആദ്യത്തെ മുറിയിൽ അവിടെ കാണും കുഞ്ഞ് എന്ന് അവന്തിക അയാളോട് പറയുന്നുണ്ട്. അർച്ചന വെള്ളം എടുക്കാൻ പോയ സമയം അയാൾ മുകളിലേക്ക് പോകാൻ തുടങ്ങുന്നു. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം.